പാതിവില തട്ടിപ്പിൽ 12 ഇടങ്ങളിൽ ED റെയ്ഡ് നടക്കുന്നുണ്ട്. അമൽനാഥ് പാടിച്ചാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽനാഥ്, ലാലി വിൻസെന്റിന്റെയും ആനന്ദകുമാറിന്റെയും വീട്ടിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് നടക്കുന്നത്. കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12 ഇടങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ലാലി വിൻസെന്റിന്റെയും ഒപ്പം തന്നെ അനന്തകുമാറിന്റെയും വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. മറ്റ് 10ഓളം ഇടങ്ങളിലും റെയ്ഡ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്ത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഇത് നിലവിൽ സംസ്ഥാനത്തെ BJP കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതായത് ഈ ലാലി വിൻസെന്റിന്റെ ഒക്കെ അനുകൂലിച്ചുകൊണ്ട് കെ സുധാകരൻ അടക്കമുള്ളവർ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ 46 ലക്ഷം രൂപ ലാലി വിൻസെന്റിന് കൈമാറിയിട്ടുണ്ട്, ലാലി വിൻസെന്റിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അനന്തു കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 46 ലക്ഷം രൂപ ഏത് രീതിയിലാണ് ലാലി വിൻസെന്റിന് ലഭിച്ചതെന്നതുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട്. 5 വർഷമായി ഈ അനന്തു കൃഷ്ണന്റെ കേസുകളൊക്കെ കൈകാര്യം ചെയ്തത് ലാലി വിൻസെന്റ് ആണ്. അതിന്റെ ഫീസ് എന്ന രീതിയിലാണ് ഈ 46 ലക്ഷം രൂപ ലഭിച്ചത് എന്നാണ് വക്കീൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ വളരെ പ്രമുഖയായ ഒരു ആളാണോ ഈ ലാലി വിൻസെന്റ്? അത്തരം ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ലാലി വിൻസെന്റ് വീട്ടിലടക്കം റെയ്ഡ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ലാലി വിൻസെന്റിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലൊപ്പം തന്നെ BJP നേതാക്കളൊക്കെ അനന്തകൃഷ്ണനുമായിട്ടൊരു ബന്ധം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെയ്ഡിന്റെ ഭാഗമായി കൂടുതൽ വ്യക്തതകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കേസുകളാണ് ഈ പാതിവില തട്ടിപ്പുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമൽനാഥ്, 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട 2 ഇടങ്ങൾ ലാലി വിൻസെന്റ് വീട്, ഒപ്പം തന്നെ അനന്തകുമാറിന്റെ വീട് എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഓഫീസ്, ഒപ്പം തന്നെ കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ്, ഒപ്പം തന്നെ ചിറ്റേത്തുകര ഗ്രാസ് റൂട്ട് ഇമ്പാക്ട് ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിലേക്കൊക്കെ നിലവിൽ റെയ്ഡ് നടക്കുന്നു. ഇങ്ങനെ 12 ഇടങ്ങളിലേക്കാണ് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ 11 അക്കൗണ്ടുകളിൽ നിന്നായി 548 രൂപയോളം അനന്തകൃഷ്ണന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏകദേശം ചെറിയൊരു തുക മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിച്ചുള്ളൂ. ബാക്കി തുക എവിടേക്ക് പോയത് എന്നതുമായി കൂടുതൽ വ്യക്തതകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ അനന്തകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കുകയും ഒപ്പം തന്നെ കുറച്ചു പേർക്ക് വാഹനങ്ങൾ വാങ്ങി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും ഒരു വലിയ തുക ബാക്കി വരേണ്ടതാണ്. ഈ തുക എവിടേക്ക് പോയി, ആരുടെ കൈകളിലേക്കാണ് പോയത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 12 കേന്ദ്രങ്ങളിലേക്ക് നിലവിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനന്തു കൃഷ്ണന്റെ ഓഫീസ്, ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു പോലുള്ള ലാലി വിൻസെന്റ് വീടടക്കമുള്ള ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്.